കല്യാണം കഴിഞ്ഞ് ഡയാനയും അമീനും ആദ്യമായി പങ്കെടുത്ത ഒരു ഷോ ആയിരുന്നു കോമഡി മാസ്റ്റേഴ്സ്. മികച്ച സ്വീകരണമാണ് അവർക്ക് കിട്ടിയത്. മാച്ചിങ് ഡ്രസ്സിലാണ് ഇരുവരും എത്തിയത്. കല്യാണം കഴിഞ്ഞ് നേരെ ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് സന്തോഷമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. 4 വർഷം മുമ്പാണ് എൻ്റെ കല്യാണം നോക്കിയെന്ന് അമീൻ മനസ്സ് തുറന്നു. ശ്വേത ചേച്ചിയാണ് ഫീൽഡിൽ എനിക്ക് വേണ്ടി കല്യാണം ഒളിച്ചത്. മാത്രമല്ല, ഷോ കാണാനൊക്കെ ആളുകൾ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നല്ല കുട്ടികൾ ഉണ്ടെങ്കിൽ അമീനെ അറിയിക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെടണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ചേച്ചി അവിടെ അമീന് കല്യാണം നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഡയാനയ്ക്ക് പ്രൊപ്പോസൽ നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് മുല്ലച്ചേരി പറഞ്ഞത്. അമീൻ ഇന്നേവരെ ഡയാനയുടെ മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് നോബി പറഞ്ഞപ്പോൾ ലവ് മാരേജ് എന്നാണ് എല്ലാവരും വിചാരിച്ചതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് അറേഞ്ച്ഡ് മാരേജ് എന്നായിരുന്നു ഡയാനയുടെ വെളിപ്പെടുത്തൽ. 1 വർഷം മുന്നെയാണ് ഞാൻ അമീനെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആതിര മാധവ് അമീൻ വർക്ക് ചെയ്യുന്ന സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സുഹൃത്തുക്കളായിരുന്നു. അവളാണ് എന്നോട് അമീനെ നിനക്ക് കെട്ടിക്കൂടെ എന്ന് ചോദിച്ചത്. അതേപോലെ തന്നെ എന്നോട് ചോദിച്ചതുപോലെ അവൾ അമീനോടും പോയി ചോദിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഷോയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ചമ്മലായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് കല്യാണം ആലോചിച്ച പയ്യൻ എന്നൊരു ലേബലിൽ അമീനെ നോക്കാനേ മടിയായിരുന്നു. ഞങ്ങൾ രണ്ടറ്റത്തൊക്കെ മാറിയിരുന്നായിരുന്നു നിൽക്കാറ്. പിന്നെയാണ് ഞങ്ങൾ ആതിര പറഞ്ഞ കാര്യം ഒന്ന് സീരിയസ് ആയി എടുത്തൂടെ എന്ന് ആലോചിച്ചത്. എൻ്റെ വീട്ടുകാരുമായിട്ടും അമീൻ്റെ വീട്ടുകാരുമെല്ലാം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചത് ആതിരയാണ്. അങ്ങനെ ഒരു നിമിത്തം പോലെ ഞങ്ങൾ ഒന്നിച്ച് എന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. കൂടപ്പിറപ്പിനെ പോലെയാണ് എനിക്ക് ഡയാന. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ടെന്നും അമീൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. രണ്ടുപേരും ഒന്നിച്ചാൽ അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നുവെന്നാണ് കല്യാണത്തെക്കുറിച്ചിട്ട് ആതിര പറഞ്ഞത്. വ്ലോഗിലൂടെയാണ് ഇവരുടെ നിക്കാഹിൻ്റെ വിശേഷങ്ങളെല്ലാം ആതിര പങ്കുവച്ചത്.